കോഴിക്കോട് കക്കോടിയിലെ വീട്ടിൽ കുടുങ്ങിയ വയോധികരായ ദമ്പതികളെ ഫയർഫോഴ്സ് എത്തി രക്ഷപ്പെടുത്തി. മധുസൂദൻ നായർ, സാവിത്രി എന്നിവരെയാണ് ഫയർഫോഴ്സ് ഡിങ്കി ബോട്ടിൽ രക്ഷപ്പെടുത്തിയത്. കക്കോടിയിലെ പല ഭാഗത്തും വലിയ രീതിയിലാണ് വെള്ളം ഉയർന്നുകൊണ്ടിരിക്കുന്നത്. അതേ തുടർന്ന് പലരും വീടുകളിൽ അകപ്പെട്ടിട്ടുമുണ്ട്. നമുക്കൊപ്പം ഇപ്പോൾ ചേരുന്നത് അങ്ങനെ അകപ്പെട്ട 2 പേരാണ്. അവരെ അല്പസമയം മുമ്പാണ് ഇവിടേക്ക് പുറത്തേക്ക് എത്തിച്ചത്. ഫയർഫോഴ്സിന്റെ ഡിങ്കി ബോട്ട് എത്തിച്ചുകൊണ്ടാണ് ഇവരെത്തിച്ചത്. ഇപ്പോൾ എത്ര സമയമായിട്ട് നിങ്ങൾ അതിനകത്ത് 1.5 ദിവസമായിട്ട് കിടക്കുന്നു എന്നാണ് അറിഞ്ഞത്? അതെ, 1.5 ദിവസമായി കിടക്കുന്നു. ഇവിടെ എങ്ങനെയായിരുന്നു അവിടുത്തെ കാര്യങ്ങൾ? ചുറ്റും വെള്ളമല്ലേ, 4 വശവും വെള്ളമാണ്. ബാക്കിൽ വയലാണ്, മുന്നിൽ റോഡും, മുൻഭാഗം റോഡും ബാക്കിൽ വയലുമാണ്. മുന്നിൽ 4 ഭാഗം വെള്ളം തന്നെയാണ്. ഒറ്റപ്പെട്ട സ്ഥലമാണ്. മുറ്റത്തേക്ക് ഇറങ്ങാൻ പറ്റില്ലായിരുന്നു. ഞങ്ങളകത്ത് തന്നെയാ. അതിനെക്കൊണ്ട് എവിടെയും പോകാൻ പറ്റിയില്ല. പെരുന്നേരം കൂട്ടാൻ വന്നിരുന്നു. എന്നപ്പോൾ ഞങ്ങൾ അത്ര വെള്ളം വന്നില്ലായിരുന്നു. അന്നേരം പിന്നെ പോയില്ല. ഇന്നലെ ഞങ്ങൾ കൂട്ടാൻ വന്നിരുന്നു. പക്ഷേ അന്നേരമൊന്നും വെള്ളം അത്ര പോലെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നിപ്പം കുറച്ച് ഓവറായി. നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറം. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിലേ മുന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ കൂട്ടിയാണ്. അതുകൊണ്ട് വന്നതാണ്. പ്രായ ആളുകളൊക്കെ അപ്പോൾ അവരെന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ? 2 പേരെ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നലെ മോൻ വന്നിട്ടുണ്ട്. മോൻ ആർമിയിലാണ്, ഇന്നലെ വന്നിട്ടുണ്ട്. അപ്പോൾ കാര്യങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടാകുന്നതിന് മുമ്പ് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവന്ന് കരുതിയിട്ട് വന്നതാണ്. രാത്രി വെള്ളം കൂടി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാവും. അതുകൊണ്ട് വേഗം ഇപ്പം തന്നെ വീട്ടിൽ പോകാൻ. എവിടെയെങ്കിലും മല പുതിർന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മഴ പെയ്താൽ ഇടിയാനും സാധ്യതയുണ്ട്. വെള്ളം ഇപ്പോൾ 1 ഇഞ്ച് കഴിഞ്ഞ് കുറയുന്നുണ്ട്. 1 ഇഞ്ച് വീതം വെള്ളം കുറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ പെട്ടെന്ന് രാത്രി എന്താ സംഭവിക്കാമെന്ന് അറിയില്ല. നമ്മൾ ഉറങ്ങിപ്പോകുമല്ലോ രാത്രി. അതുതന്നെ. രണ്ടുപേരെയും ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെത്തി പുറത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. വലിയ ആശ്വാസമാണ് അവരെ സംബന്ധിച്ച്. കഴിഞ്ഞ 1.5 ദിവസമായിക്കൊണ്ട് അവർ വലിയ ബുദ്ധിമുട്ടിലായിരുന്നു. കോഴിക്കോട് നിന്ന് മനീഷ് പെരുമണക്കൊപ്പം സമീർ സി മുഹമ്മദ്, മീഡിയ 1.